ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തോളയിട്ടുകൊണ്ട് ഇറങ്ങി വന്ന അതാ ചോര. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. വാടപ്പുറത്താണ് ഇത്. ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് അവർ ഡംപ് ചെയ്തിരുന്ന ആ സാധനമാണ് ഇപ്പോൾ ഇടുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലല്ല. പോയതല്ല മക്കളെ, എന്റെ മകള് പോയിട്ടാടി. നമ്പർ 1 എന്ന് പേർത്തും അവകാശപ്പെടുന്ന കേരള മോഡൽ പൊതുജനാരോഗ്യത്തെ വിശ്വസിച്ചതാണോ തലയോലപ്പറമ്പിലെ ബിന്ദു ചെയ്ത തെറ്റ്? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തുണിക്കടയിൽ ജോലിക്ക് നിന്നിരുന്ന ബിന്ദുവിനും തൊഴിലുറപ്പ് തൊഴിലാളിയായ ഭർത്താവിനും മകളുടെ ചികിത്സ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നടത്താൻ പാങ്ങുണ്ടായില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സ സ്വന്തം ജീവൻ എടുക്കും എന്നവർ ഒരു ദുസ്വപ്നത്തിലും കരുതിയിട്ടുമുണ്ടാകില്ല. 68 വർഷം പഴക്കമുള്ള കെട്ടിടം ഇടിഞ്ഞു വീണത് 11 മണിക്കാണ്. പോലീസും ഫയർഫോഴ്സും എത്തി ചുറ്റിപ്പറ്റി നിന്നു. പിന്നാലെ മന്ത്രിമാർ വന്നു. അടച്ചിട്ടിരുന്ന കെട്ടിടമെന്നും 2 പേർക്ക് നേരിയ പരുക്കെന്നും നിസ്സാരവൽക്കരിച്ചു. കിഫ്ബി അനുവദിച്ച കോടികളുടെ കണക്ക് പറയുന്ന നേരത്ത് ആ മണ്ണിനടിയിൽ മനുഷ്യനുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ മന്ത്രിക്ക് സമയമില്ലായിരുന്നു. മന്ത്രിമാരുടെ ന്യായീകരണങ്ങളും യന്ത്രങ്ങൾ എത്താൻ വൈകിയതും എല്ലാം കഴിഞ്ഞ് പരിശോധന തുടങ്ങിയപ്പോൾ കിട്ടിയത് ബിന്ദുവിന്റെ ചേതനയറ്റ ശരീരമാണ്. ഈ ജീവന് നിങ്ങൾ സമാധാനം പറയേണ്ടേ സർക്കാരെ? ചർച്ചയിൽ ചാണ്ടി ഉമ്മനെ MLA പ്രതീക്ഷിക്കുന്നു. ഒപ്പം ശ്രീ VK സനോജ് DYFI സംസ്ഥാന സെക്രട്ടറി, ശ്രീ VP ശ്രീപത്മനാഭൻ BJP, ശ്രീ ഫർഹാൻ ആ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, റോസമ്മ സോണി ആ പ്രദേശം ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണ്. ആദ്യം ശ്രീ VK സനോജ്, ഈ മരണത്തിന് ആരാണ് സമാധാനം പറയേണ്ടത്? 10:30 നടന്ന അപകടമാണ്, 12:30 രക്ഷാപ്രവർത്തനം നടന്നത്. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ജീവൻ ആ ഇടിഞ്ഞു വീണ ഇഷ്ടിക കൂനയ്ക്കകത്തുണ്ടായിരുന്നു. കിഫ്ബിയുടെ കണക്കും മറ്റുമൊക്കെ നിരത്തിയതല്ലാതെ അതൊന്നും നോക്കാൻ പോലും തോന്നിയില്ല. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറായി എന്തുകൊണ്ട് കണ്ടുകൂടാ? അഭിലാഷ്, ഇത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെല്ലാം ഏറെ വേദനിപ്പിച്ച നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആവർത്തിക്കാൻ പാടില്ലാത്തതും വളരെയേറെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇടതുപക്ഷത്തെയും ഗവൺമെൻറ്റിനെയും ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരെയുമെല്ലാം രാഷ്ട്രീയമായി ആക്രമിച്ചില്ലാതാക്കി കളയാം, ഇതൊരു കിട്ടിയ അവസരമാണ് എന്ന രൂപത്തിൽ ഇതിനെ കാണുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അല്ല, ഇതിൽ ആരാണ് മനസ്സിലാക്കുന്നത്? ശ്രീ VK സനോജ്, 68 കൊല്ലം മുമ്പുള്ള കെട്ടിടം തകർന്നു വീണ ഒരാൾ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, മന്ത്രിമാർ 11:10 അവിടെ എത്തി. മന്ത്രി VN വാസവനും മന്ത്രി വീണ ജോർജും. അവർക്ക് ആ സമയത്ത് ഈ രാഷ്ട്രീയമായ ന്യായീകരണം നടത്തുന്നതിന് മുമ്പ്, എല്ലാം ഭദ്രമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, ചെറിയ നേരിയ പരിക്കുള്ള 2 പേരെ ഉള്ളൂ എന്ന് പറയുന്നതിന് മുമ്പ് ആ പൊളിഞ്ഞു വീണ കെട്ടിടം പരിശോധിക്കാനൊന്ന് നിർദ്ദേശിച്ചുകൂടായിരുന്നോ? മാധ്യമ പ്രതിനിധികൾ അവിടെ എത്തുമ്പോൾ ആ കെട്ടിടം തകർന്നങ്ങനെ അവിടെ കിടക്കുകയാണ്. അവിടെ ഒരു ഫയർഫോഴ്സുകാരൻ പോലും ഉണ്ടായിരുന്നില്ല. 12:30 ആകേണ്ടി വന്നു അവിടെ ഒരു യന്ത്രവൽകൃത പരിശോധന നടത്താൻ. ഒന്ന് ആലോചിച്ചു നോക്കണം. ഒരു അപകടം ഉണ്ടായ ശേഷമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റം പ്രവർത്തിക്കണ്ടേ സനോജെ? മന്ത്രിമാർ അവിടെ എത്തിയിട്ട് ഈ പരിശോധനയെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? മന്ത്രിമാർ അവിടെ എത്തിയിട്ട് എന്താ പറഞ്ഞത്? മന്ത്രിമാർ അവിടെ എത്തിയ ഘട്ടത്തിൽ അവിടെ നിന്ന് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകിച്ച് സൂപ്രണ്ടും അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ഡോക്ടർമാരൊക്കെ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ പറഞ്ഞത് അത് ആളുകൾ അങ്ങോട്ട് പോവാത്ത ഒരു ബിൽഡിംഗ് ആണ്, അത് പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം അപ്പം പറഞ്ഞ ഒരു കമൻ്റാണത്. അതിനെ മുൻനിർത്തിയിട്ട് മന്ത്രിമാർ എന്തോ അവർക്ക് അതിനുള്ളിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്ന അറിയാമായിരുന്നെന്നും
ബോധപൂർവം എന്ന് പറഞ്ഞില്ല. രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് ആഹ്വാനം ചെയ്തു എന്നൊക്കെയുള്ള എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് നിങ്ങൾ ചമക്കുന്നത്? അല്ല, എന്താണ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ചമക്കുന്നത്? തിരച്ചിൽ വേണ്ട എന്ന് നമ്മുടെ മന്ത്രിമാർ ഗവൺമെന്റ് നിർദ്ദേശിച്ചെന്ന് ആരും കാലത്ത് പറയുന്നില്ല. അതൊരു അഭിപ്രായമാണ്. സാന്നിധ്യത്തിൽ ഇവിടുത്തെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവരുടെ വന്ന സാന്നിധ്യത്തിൽ കുറ്റകരമായ ഒരാൾ അവിടെ വീഴ്ചയാണ്. കിടന്ന് മരിച്ചോട്ടെ എന്ന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വന്ന കുറ്റകരമായ വീഴ്ചയാണ് ഇവിടുത്തെ വിഷയം. അതല്ലാതെ അവിടെ കിടന്ന് അവർ മരിച്ചോട്ടെ എന്ന് മന്ത്രിമാരാരെങ്കിലും പറഞ്ഞു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കൂ, ഒരു അപകടം ഉണ്ടായാൽ ഇപ്പൊ പറഞ്ഞില്ലേ അവിടെ ആരും പോവാത്ത സ്ഥലമാണെന്ന് 2 മന്ത്രിമാരും പറഞ്ഞു. ആരും അങ്ങോട്ട് പോകാറില്ലെന്ന്. ഇന്ന് രാവിലെ ആ ടോയ്ലറ്റ് ബ്ലോക്കിൽ പോയിട്ടുള്ള, അതായത് ശുചിമുറികളിൽ പോയിട്ടുള്ള എത്ര ആളുകളുണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ മരിച്ചത്. അവിടുത്തെ രോഗികളോട് ചോദിച്ചാൽ അറിയില്ലേ ഈ പറഞ്ഞ ബ്ലോക്കിലെ അന്തേവാസികളായ അവിടുത്തെ കൂട്ടിരിപ്പുകാർ ശുചിമുറി സൗകര്യം ഉപയോഗിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. എന്താ ഇവരെ മന്ത്രിമാരെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ സൂപ്രണ്ടും മറ്റും? ഇന്ന് രാവിലെ പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. അതെ, ഉപയോഗിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരവിടെ വന്ന ഘട്ടത്തിൽ അവർക്കറിയില്ലല്ലോ, മന്ത്രിമാർക്ക് അറിയില്ലല്ലോ. അവര് ഈ ഒരു വിവരം അറിഞ്ഞിട്ട് അവിടെ ഓടിയെത്തുകയാണ്. ആ സന്ദർഭത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ മയക്ക് നീട്ടിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ അന്നേരം നടത്തിയൊരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങിയിട്ട് അവരവിടെ പ്രതികരിച്ചത് കൊണ്ടാണ് ഈ സംഭവമെല്ലാം ഉണ്ടായത്. അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന രൂപത്തിലേക്ക്, ഈ മരണത്തിന്റെ ഉത്തരവാദി ഇവരവിടെ പോയത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചെന്ന രൂപത്തിലേക്കുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും മന്ത്രിമാരെയും എല്ലാം ഈ ഒരു മരണത്തെ മുൻനിർത്തിയിട്ടങ്ങ് അല്ലല്ലോ വിഷയം. ഒരു വളരെ ദൗർഭാഗ്യകരമായ സംവിധാനത്തെ, കേരളം എന്ന സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ വിശ്വസിച്ച ഒരു സ്ത്രീ, ഒരു നിസ്വയായ മനുഷ്യ സ്ത്രീ മരിച്ചുപോയി. ഇടതുപക്ഷ രാഷ്ട്രീയമോ വലതുപക്ഷ രാഷ്ട്രീയമോ കോൺഗ്രസ് രാഷ്ട്രീയമോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ സിസ്റ്റത്തെ വിശ്വസിച്ച, നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ചികിത്സ തേടിയെത്തി, അവരുടെ മകളാണ് ചികിത്സ തേടിയത്, കൂട്ടിരിപ്പുകാരിയായി വന്ന ആളാണ്. അവിടുത്തെ ആ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിച്ച കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇടിഞ്ഞു വീണ് മരിച്ചുപോയി. അത് തന്നെ വലിയ പ്രശ്നമാണ്. അങ്ങനെ അത് ഇടിഞ്ഞു വീഴുമ്പോഴും ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നോ ആശുപത്രി സൂപ്രണ്ട് മുതൽ ആരോഗ്യമന്ത്രി വരെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്ന മൗലികമായ പ്രശ്നമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ആരും പട നയിക്കുന്നതല്ല. സംഭവിക്കാൻ പാടില്ലാത്തതാണ് അഭിലാഷ്. നമുക്ക് അതിനകത്ത് എല്ലാവർക്കും പ്രയാസമുണ്ട്. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യൂ, അങ്ങനെ പറയൂ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മന്ത്രിമാർ അവിടെ ഓടിയെത്തിയിട്ട് രക്ഷാപ്രവർത്തനമൊന്നും വേണ്ടതില്ല, എല്ലാം ഭദ്രമാണ് എന്ന അർത്ഥത്തിലൊന്നുമല്ലോ പറഞ്ഞത്. അവിടെ അവരെത്തിയപ്പോൾ അവരോട് പറഞ്ഞു, അയ്യോ അവിടെ ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീണു. പെട്ടെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ടാവും, കുഴപ്പമില്ല, അവിടെ ആരും പോവാത്ത ബിൽഡിംഗാണ്, ഉപയോഗിക്കാത്ത ബിൽഡിംഗാണ്, മറ്റു ബിൽഡിങ്ങിൽ എത്ര ആശ്വാസമായി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ആദ്യം നടത്തിയൊരു പ്രതികരണമാണ്. ആ പ്രതികരണത്തെ മുൻനിർത്തിയിട്ട് ഈ സംഭവത്തിന്റെ ആകെ ഉത്തരവാദിത്വം അവരവിടെ പോയതാണ് എന്ന രൂപത്തിലേക്ക് വരുത്തിയിരിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി കഴിയില്ല. 11:10 മന്ത്രിമാർ അവിടെ എത്തിയത്. 11:10 മന്ത്രിമാർ അവിടെ എത്തിയത്. 12:30 ശേഷമാണ് ആ കൂനയിൽ പരിശോധന, അതായത് ഇടിഞ്ഞു വീണ സ്ഥലത്ത് പരിശോധന നടന്നത്. 12 മണിക്ക് ശേഷമാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിയത്. മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുമ്പ് അവിടെ ആരെങ്കിലും ഒരാളെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആരും ഇല്ലായിരിക്കാം, പക്ഷേ ഒരാളും അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കണം. അതിനുശേഷം ബാക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് കൂടി തീരുമാനിച്ചിരുന്നെങ്കിലോ മന്ത്രിമാർ. എന്റെ സനോജ, ഈ ആശുപത്രി വികസന സമിതിയിൽ മന്ത്രി ആവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളല്ലേ മന്ത്രി വാസവൻ? ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ. ഏതോ ഉദ്യോഗസ്ഥരെ നിന്ന് കൊടുക്കേണ്ട ആളല്ല മന്ത്രി. ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല. ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. മന്ത്രിക്ക് അപ്പൊ കിട്ടിയ വിവരങ്ങളല്ലേ പറയാൻ കഴിയൂ. ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല എന്നാണ് മന്ത്രി അവിടെ പറഞ്ഞത്. JCB വെച്ച് പരിശോധന നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശോധന വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? സനോജ്, ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ പോയ പ്രവർത്തനം സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ പോയ ഒരാൾ ആശുപത്രി തകർന്ന് വീണ് മരണപ്പെടുക. ആ കുടുംബ സാഹചര്യം കൂടി ഒന്ന് ആലോചിക്കണം. ലൈഫ് ഭവന പദ്ധതി അനുസരിച്ച് കിട്ടിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന നിർധനരായ, തുണിക്കടയിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവുമാണ്. അവർക്കാണ് 2 മക്കളുള്ളത്. അതിൽ ഒരു പെൺകുഞ്ഞിന്റെ ചികിത്സ ആവശ്യത്തിന് പോയതാണ്. ഇതുപോലെയുള്ള പാവങ്ങളും ഇതുപോലെയുള്ള സാധാരണക്കാരുമാണ് ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ആശുപത്രികളിലേക്ക് പോകുന്നത്. 2013 ഇത് പൊളിഞ്ഞു വീഴുമെന്ന് എഞ്ചിനീയർ റിപ്പോർട്ട് കൊടുത്ത കെട്ടിടമാണ്. ആലോചിക്കണം. ഇപ്പോൾ 2025 12 കൊല്ലം, ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞ് അന്ന് എഞ്ചിനീയർ പ്രവചിച്ചത് കൃത്യമായി നടന്നു. ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലാതാവുകയാണ്, ഒരു ജീവൻ ഇല്ലാതാവുകയാണ്. ആരോട് പറയണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ DYFI പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ എന്തായിരിക്കും DYFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സനോജ് പറയുക? സർക്കാർ രാജിവെച്ചൊഴിയണമെന്ന് പറയില്ലേ? മനുഷ്യന്റെ ജീവന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സ്റ്റേറ്റിനാണ്, സർക്കാരിനാണ്. അതാണ് ഇങ്ങനെയുള്ള ഒരു പരാജയത്തിൽ ഇല്ലാതായി പോയത്.
അഭിലാഷേ, ഇതുപോലെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിരവധി ഇടപെടലുകൾ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പൊ ഈ പൊളിച്ചു മാറ്റേണ്ട ബിൽഡിംഗ് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അവിടെ നിലനിന്നു? എന്തുകൊണ്ടാണ് ആ ബിൽഡിങ്ങിനകത്തേക്ക് ആളുകൾ കടക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാതിരുന്നത്? അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ആ നിലയിൽ നടക്കും. ആരാണ് ഇതിന് ഉത്തരവാദി? അവിടെ ആ ബിൽഡിംഗ് അവിടെ നിലനിൽക്കാൻ, ആ ബിൽഡിംഗ് നേരത്തെ എഞ്ചിനീയർ പറഞ്ഞ പ്രകാരം പൊളിച്ചു മാറ്റാതിരിക്കാൻ ആവശ്യമായ സാങ്കേതികമായ തടസ്സം എന്താണ് ഉണ്ടായത്? അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനെ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട്, അവരെ കൊണ്ടുവരേണ്ടതുണ്ട്, ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിനൊന്നും ആരും ഇവിടെ ന്യായീകരിച്ചിട്ടില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പൗരന്റെ ജീവൻ. അത് ഇങ്ങനെയുള്ള ഒരു വീഴ്ചയാൽ നഷ്ടപ്പെടുമ്പോഴോ? ഇപ്പോ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്. വന്നിട്ടില്ല, CI വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിന്റെ പേരില്ല? ഞങ്ങൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ മാറിക്കൊടുക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രതിഷേധം പറയണം. ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം. ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന്റെ കൈ തന്നെ പിടിച്ച് തിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഇതാണ് നിലപാട്. എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എല്ലാത്തിനും പരിധിയില്ലേ? ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥയെത്തും. മുണ്ടക്കയും ചൂരൽമലയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തോടും കാണിക്കുമെന്നുള്ളതുകൊണ്ട് ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആരെയും തടഞ്ഞില്ല. അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ട് മാറും. അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ വന്നയാ. അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുക. ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അല്ല, അതിനൊക്കെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ അസസ് ചെയ്തോളൂ. 6 ആംബുലൻസ് ആണ്, എന്തുകൊണ്ട് അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നു? ഞങ്ങളൊരു വാക്ക് പറയണമെന്നേ പറഞ്ഞുള്ളൂ. ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാം. ശരി, ചാണ്ടി ഉമ്മൻ ഗ്രൗണ്ടിലാണ്. ചാണ്ടി ഈ ചർച്ചയിൽ, ഈ പാനലിൽ പങ്കെടുക്കേണ്ട ആളാണ്. പക്ഷേ ഇപ്പോഴും ഗ്രൗണ്ടിലാണ്, പ്രതിഷേധത്തിലാണ്. ഞാൻ സനോജിലേക്ക് വരാം. ശ്രീ ഫർഹാൻ 4ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഫർഹാൻ അവിടെ കണ്ട കാഴ്ച എന്താണ്? നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്നതിലുപരി ഇത്രയും നാൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഏത് രീതിയിലാണ് വന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മെഡിക്കൽ കോളേജിൻ്റെ പല കെട്ടിടങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇത് ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ സർജറി വിഭാഗത്തിൻ്റെ 11-14 വാർഡുകളിലെ ഒരു ഭാഗത്തുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവനും അവിടെ എത്തിയതിന് ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് അടിയിൽ ആരുമില്ല, അല്ലെങ്കിൽ അവിടെ ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരു സന്ദേശമാണ് എല്ലാവർക്കും ചെന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിൻ്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ പറയുന്ന കാര്യത്തെ എല്ലാവരും ആ രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക. അപ്പോൾ അങ്ങനെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 2 വാർഡുകളും പേഷ്യൻസ് ഉള്ള വാർഡ് തന്നെയാണ്. ആ 2 വാർഡുകളിലും ചികിത്സ നടക്കുന്ന വാർഡുകളാണ്. അതിൽ വാർഡ് 11 എന്ന് പറയുന്നത് സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ്. വാർഡ് 14 എന്ന് പറയുന്നത് സർജറിയുടെയും ഓർത്തോപെഡിക്സിൻ്റെയും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ്. ആ വാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ പോർഷനിലാണ് ഇപ്പോൾ ഈ ഇടിവുണ്ടായിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസിനെ കിടത്തുന്നില്ല, അത് സത്യമാണ്. റൈറ്റ് സൈഡിനോട് ചേർന്നാണ് പേഷ്യൻസ് കൂടുതലായും കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസ് കിടക്കാത്ത സ്ഥലത്ത് ഭിത്തി ഇടിഞ്ഞത് കൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റി ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത്. ആ സ്ഥലത്താണ് ബാത്റൂം ഇരിക്കുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആ ബാത്റൂമിലേക്ക് പോവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. ആ ബാത്റൂമിൽ പോയ ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു സ്ഥലമല്ല ഇടിഞ്ഞു പോയിരിക്കുന്നത്. അത് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 വാർഡുകളുടെ ഒരു ഭാഗം തന്നെയാണ് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ വാർഡ് 14-ൽ ഞങ്ങളുടെ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ, S6 യൂണിറ്റിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഇന്നും പോസ്റ്റിങ്ങിന് പോയിരുന്നു. അവർ ഈ ഇൻസിഡന്റ് നേരിട്ട് കണ്ട് ഇപ്പോഴും ട്രോമറ്റൈസ്ഡ് ആണ്. 11:10 മന്ത്രി VN വാസവൻ പ്രതികരിച്ചത് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് കൂട്ടിയിടുന്ന ഒരു സ്ഥലമാണ്, അത് ടോയ്ലറ്റ് ബ്ലോക്കാണ്, അത് അടച്ചിട്ടിരിക്കുകയാണ്, അവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ
അവിടെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ കോട്ടയം മെഡിക്കൽ കോളേജ് പുറത്തുനിന്ന് മാത്രം കാണുന്ന അല്ലെങ്കിൽ വേറൊരിടത്ത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഉപയോഗശൂന്യമായ എന്നോ കാട് മൂടിക്കിടന്ന് എന്നോ ഉപേക്ഷിച്ച ഒരു സ്ഥലത്ത് കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഫർഹാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് അങ്ങനെയല്ല. ഈ പോസ്റ്റ് ഓഫ് വാർഡിൽ കഴിയുന്ന പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ശൗചാലയമാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞതിൽ നിന്നാണോ? അതെ, ഞാൻ പറയട്ടെ, റീസെൻ്റ് ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം റീസെൻ്റ് ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉപയോഗം നിർത്തിയിട്ടുണ്ടാകും ആ ബാത്റൂമിൻ്റെ. പക്ഷേ പേഷ്യൻസിൻ്റെ പ്രസൻസ് ആ 2 വാർഡിലുമുണ്ട്. ആ വാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന പോർഷൻ ഇടിഞ്ഞതുകൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റി കുറഞ്ഞത്. സോ ബേസിക്കലി അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അത് ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെയാണ്, പേഷ്യൻസ് ഉള്ള കെട്ടിടം തന്നെയാണ്. പക്ഷേ ആ ബാത്റൂമിൻ്റെ റീസെൻറ്റ് യൂസിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിവ് എനിക്കില്ല. അല്ല, ആ ബാത്റൂം ഇന്ന് ഉപയോഗിച്ച ആളുകൾ, ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ അപകടം ഉണ്ടാവുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഉപയോഗിച്ച ആളുകൾ തന്നെ മാധ്യമങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ക്ലീനിങ് സ്റ്റാഫ്, ഒരു ശുചീകരണ തൊഴിലാളി, അവിനാശ് എന്നോ മറ്റോ ആണ് പേര്, ആ ശുചീകരണ തൊഴിലാളിയും അവിടുന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്. അപ്പൊ ഇതുപോലെ ഒരു കാര്യം നടന്നിട്ട് സ്വാഭാവികമായും ഇതിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ആയിരിക്കുമല്ലോ മന്ത്രിമാർക്ക് കിട്ടുക. ആശുപത്രി സൂപ്രണ്ടിൽ നിന്നായാലും മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നായാലും അത്ഭുതകരമാണ്, ആശ്ചര്യജനകമാണ്. ഇതേതോ കാടുമൂടി കിടന്ന ഏതോ സ്ഥലമാണെന്ന് പറയുന്നത് മന്ത്രിമാർ പറയുന്നത് കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഭയങ്കര ആശ്ചര്യമാണ് തോന്നിയത്. ഞാൻ അത് ആദ്യം ആ ഒരു മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോൾ ആശ്ചര്യമാണ് തോന്നിയത്. അതുമാത്രമല്ല, ഇങ്ങനൊരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിലുപരി ഒരുപക്ഷെ ആ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് ഉപയോഗശൂന്യമായ കെട്ടിടമായിക്കോട്ടെ, ആരെങ്കിലും അതിനകത്ത് കയറി പോയിട്ടുണ്ടെങ്കിലോ അത്ഭുതകരമായ വീഴ്ച എന്നൊന്നും ഇതിനെ വിശേഷിപ്പിച്ചാൽ പോരാ. ഇതുപോലെ ഒന്ന് കേരളം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ MLA നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ, ഷോക്കിംഗ് ആയിട്ടുള്ള, മനുഷ്യർ സ്തബ്ധരായി പോകുന്ന വലിയ സിസ്റ്റം വീഴ്ചയോ അതല്ലെങ്കിൽ സർക്കാരിന്റെ പരാജയമോ ഒക്കെയാണ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടത്. 12:30 ശേഷം മാത്രമാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന തന്നെ അവിടെ നടന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രാത്രി വൈകിയും താങ്കൾ പ്രതിഷേധത്തിലാണല്ലോ. എന്താണ് താങ്കളുടെ അനുഭവത്തിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത്? ഒരു മിനിറ്റ്. ഹലോ, ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാമോ? ഇന്ന് പുതുപ്പള്ളി പള്ളിയിൽ പോലീസ് കയറിയെന്നൊരു വാർത്ത എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് എന്താണെന്ന് എനിക്കറിയില്ല ആ സാഹചര്യം. അതാണ് ഞാൻ അങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ആയത്. കാര്യങ്ങൾ പറഞ്ഞോളൂ. ശരി, ഒന്നുകൂടെ ചോദ്യം ചോദിക്കാം. ഞെട്ടിക്കുന്ന ഒരു വീഴ്ചയാണ് നമുക്കൊക്കെ അനുഭവവേദ്യമായത്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അപകടം നടക്കുമ്പോഴെങ്കിലും, അപകടം നടന്നാലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. പക്ഷെ അപകടം നടന്നതിന് ശേഷവും അങ്ങനെ ഒരു അപകടം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ചെറിയൊരു കാര്യമാണെന്ന് വരുത്തി തീർക്കുകയും അതുവഴി ഈ രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു എന്നുള്ളത് വളരെ വളരെ ഷോക്കിംഗ് ആണ്. എന്താണ് താങ്കൾക്ക് അവിടെ അനുഭവപ്പെട്ടത്? ആദ്യം അവിടെ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള സാഹചര്യം. താങ്കൾ പറഞ്ഞ് തീർത്തും ശരിയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരാളും അനങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം ഫയർഫോഴ്സുകാർ അവിടെ നിൽക്കുന്നു, പോലീസുകാരവിടെ നിൽക്കുന്നു. ഇവർക്ക് അറിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരറിവുണ്ട്. കൈകൊണ്ടെങ്കിലും, എനിക്ക് സത്യം പറയാൻ കുറ്റബോധം ഇന്ന് തോന്നുക, കൈകൊണ്ടെങ്കിലും അവിടുന്ന് അതൊന്ന് എടുത്തു മാറ്റുവാനൊരു ശ്രമം നടത്തണമെന്നൊരു കുറ്റബോധം. പിന്നെയും ഒരു മണിക്കൂറോളം താമസിച്ച് 2.5 മണിക്കൂർ താമസിച്ചിട്ടാണ് JCB വരുന്നത്. എന്നിട്ട് അവിടെ ഈ ബോഡി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഏറ്റവും മനസാക്ഷിയെ പിടിച്ചു കുലുക്കും. മനസാക്ഷിയുള്ളവർക്ക് ആർക്കും പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിലും വളരെ സംവേദനത്തോടു കൂടിയാണ് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അമ്മ കൈ കഴുകുവാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യമായിട്ട് ഒന്നും പറയാൻ പോയില്ല, ആരടുത്തും പറയാൻ പോയില്ല. ഞാൻ മാധ്യമങ്ങളോട് ചിലരോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഒച്ചപ്പാടോ ബഹളം ഉണ്ടാക്കില്ല. കാരണം നമുക്ക് സാഹചര്യം അറിയില്ല. എന്താണ്, പുറത്തോട്ട് എങ്ങനെയും പോയതാണോ, ഫോൺ മറന്നു വെച്ചതാണോ, ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞില്ല. ഞാൻ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. അപ്പോഴും ഇവർ ആക്ട് ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള, സത്യം പറഞ്ഞാൽ മനസ്സ് എന്താ പറയുക, കല്ലായവർക്ക് മാത്രമേ ഇതിൽ പ്രതികരിക്കാതിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യം ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ആവശ്യം പറയാൻ വന്നപ്പോൾ അത് എന്നെ തള്ളിമാറ്റി, അവിടെയുള്ളവരെ തള്ളിമാറ്റി. ഇന്ന് സർക്കാരിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന പോലീസ് നയം കൂടി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഞങ്ങൾക്കൊരു അക്രമവും വേണ്ട, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷേ ഞാനിപ്പം സംസാരിക്കാതിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ എന്തോ
കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ് പുതുപ്പള്ളി പള്ളി പോലീസ് കയറുമെന്ന് പറഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക, ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്, സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യമാണ്. അത് അന്വേഷിക്കാം. ഇവിടെ ശ്രീ ചാണ്ടിയുമ്മൻ, ഞാൻ ആ വിഷ്വൽ ആദ്യം മുതലേ കണ്ടു. കുറേ നേരം അവിടെ ആളുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ലാതെ ഈ തകർന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അവിടെ ഒന്ന് പൊക്കി നോക്കുകയോ അല്ലെങ്കിൽ മണ്ണിളക്കി നോക്കുകയോ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൊപ്പിയൊക്കെ വെച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരു തരത്തിലും ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മന്ത്രി പറഞ്ഞത് ഈ വാഹനം, അതായത് ഈ ബുൾഡോസറും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. മനുഷ്യർക്ക് മാനുവലായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും ഉണ്ടല്ലോ. എന്തുകൊണ്ട് മന്ത്രി അടക്കമുള്ള ആളുകളെ ഈ ആശുപത്രി അധികൃതർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമോ? അതായത് ഒരാളും ഇവിടെ ഇല്ല, ഒരു കുഴപ്പവുമില്ല എന്ന് 100% വിശ്വസിച്ചു. അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിയന്തരമായി നടപടി ഉണ്ടാവണം. അടിയന്തരമായി ഒരാളെ പോലും ആ സ്ഥാനത്ത് വെച്ചേക്കരുത്. ആ സ്ഥാനത്തിരിക്കുവാൻ ആ വ്യക്തി യോഗ്യനല്ല. അതുകൊണ്ട് അടിയന്തരമായി ആ ഓഫീസർമാരെ അടിയന്തരമായി ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ മാറ്റണം. എന്താണ് പിന്നെ സർക്കാർ എന്തിനാ ഇവിടെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യത്താണ് ഇങ്ങനൊരു ജീവൻ പൊലിയുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോ ആ ഒരു നേതാവോ അവിടെ ഇരിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ സർക്കാർ എന്തായാലും നടപടി എടുത്തേ മതിയാകത്തുള്ളൂ. ഇവിടെ ജനങ്ങളുടെ ജീവനാണ് പ്രശ്നം. അതിനുശേഷം വാർഡ് 12 ഞാൻ പോയി. അവിടെ ഞങ്ങൾ UDF സംഘത്തിനോടൊപ്പം പോയി. ഇവിടെ കണ്ടത് എല്ലാം തകർന്നു കിടക്കുന്ന സാധനങ്ങളാണ്. അവിടെ എങ്ങനെ സാധാരണക്കാരൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും? നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലുണ്ട്. പക്ഷേ ആരോഗ്യ മേഖലയിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുമുണ്ട്. അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാമെന്ന് സർക്കാർ വിചാരിച്ചാൽ നടക്കില്ല. ഒരു ഡോക്ടർ കുറെ സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് കണ്ടു. ഇന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനിക്കുവാൻ ഉദ്യോഗസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഉദ്യോഗസ്ഥർ, അതല്ല ഇത് എല്ലാ ഉദ്യോഗസ്ഥരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ സർക്കാരും കരുതണ്ട. സർക്കാർ അന്വേഷിക്കുവാൻ, മന്ത്രിക്ക് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ? 360 ബെഡുകൾ ഉണ്ടായിരുന്നു ഈ ബ്ലോക്കിൽ എന്നാണ് മന്ത്രി VN വാസവൻ തന്നെ പറഞ്ഞത്. ഈ കെട്ടിടം അങ്ങേയറ്റം അപകടാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ സൂപ്രണ്ട് മുതൽ താഴേക്കുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ്, രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉപയോഗിക്കാൻ ഇടയുള്ളതാണ് എന്ന് മാത്രമല്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകൾ അവരുടെ അനുഭവം പറയുകയും ചെയ്തിട്ടുണ്ട് അതിനോടകം തന്നെ. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു പരിശോധന നടക്കാതിരുന്നതെന്നാണ് താങ്കൾ നേരിട്ട് അവിടെ പോയപ്പോൾ മനസ്സിലായത്? എന്തായാലും ആദ്യം ഒരു ശ്രമം നടന്നത് അവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയാനാണ്. എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ വാർഡുകളിൽ രോഗികളുടെ സാധനം ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ കുളിമുറിയിൽ ലൈറ്റ് കിടക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ ആൾക്കാരുണ്ട് എന്ന് തോന്നലുണ്ടാവുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പരിക്കേറ്റ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പ് ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ വീഴുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ 3 റൂമിലായി ഈ വാർഡുകളിൽ താമസിച്ചിരിക്കുന്ന രോഗികളെ കണ്ടു. ആ 3 റൂമിലും ആൾക്കാർക്ക് ഡിസ്ചാർജ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഡിസ്ചാർജ് കൊടുത്തും അവിടെ ആളില്ല എന്ന് വരുത്തി ആരെയാണ് സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു അമ്മയുടെ മരണം, ആ മരണം വേദനിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ അവർക്ക് നീതി കൊടുക്കണം. നീതി കൊടുക്കണമെങ്കിൽ അവർക്ക് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് നിറവേറ്റിയേ മതിയാകത്തുള്ളൂ. ഇപ്പോഴും പ്രതിഷേധത്തിലാണല്ലോ ചാണ്ടിയുമ്മൻ. നേരത്തെ ആംബുലൻസ് പോകുമ്പോൾ താങ്കൾ ശക്തമായി പ്രതിഷേധിക്കുന്നത് കണ്ടു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇപ്പോൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? അല്ല, ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ആംബുലൻസ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം. ആ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. ഇവിടുത്തെ CI അടക്കം ഒരു ഗുണ്ടയുടെ കൂട്ടാണ് പെരുമാറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തടയാനല്ല, ഒരു കാര്യം പറയാനാണ്. അപ്പോൾ CPM എന്താ ആഗ്രഹിക്കുന്നു അതുപോലെ പ്രവർത്തിക്കുന്നത് പോലീസാണ്. ആ CPM പറയുന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളെ അവിടെ വളരെ ഒരു സീനുണ്ടാക്കി. ഞങ്ങൾ സീൻ ഉദ്ദേശിച്ചില്ല. സീനുണ്ടാക്കി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി. ഞങ്ങളുടെ കൂടെയുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയെ ജയിലിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുക. അദ്ദേഹത്തെ വിടാതെ ഞങ്ങൾ പുറത്തു പോകുന്നത് എങ്ങനെയാണ്? എന്താ തെറ്റ് ചെയ്തത്? ഈ കുടുംബത്തിന് വേണ്ടി വാദിച്ചതോ, ഈ അമ്മയ്ക്ക് വേണ്ടി വാദിച്ചതാണോ, അവർക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞതാണോ? ഞങ്ങൾ ഇതിന്ന് പുറകോട്ട് പോകാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം മുണ്ടക്കൈയും ചൂരൽമലയുമാണ്. അവിടെയുള്ളവർക്ക് ഇതുവരെ ന്യായം കൊടുത്തിട്ടില്ല. ഇന്ന് ഈ ഗവൺമെന്റ് ന്യായം കൊടുക്കാതെ ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല. അല്ല, ഇപ്പോൾ ചാണ്ടി ഇപ്പോഴും പുറത്തിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷന്റെ വെളിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന്, അല്ലേ? ഈ രാത്രി മുഴുവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലിരിക്കുക. രാത്രി മുഴുവൻ സമരം. അല്ല, എന്തായാലും ആ സഹപ്രവർത്തകനെ വിടാതെ ഞങ്ങൾ പോകത്തില്ല.
എന്ത് വന്നാലും ശരി, സഹപ്രവർത്തകനെ വിടാതെ ഞങ്ങൾ പോകത്തില്ല. ഇവിടെ ഇന്നുണ്ടെങ്കിലും നാളെ ഇരുന്നാലും എന്തായാലും ശരി, ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല. തുടർ സമരം ഉണ്ടാവും. ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചായാലും ജീവനക്കാരെ സംബന്ധിച്ചായാലും ആരാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്ര വലിയ നിൽക്കുന്നുണ്ടല്ലോ. ഇത് ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യമല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും കാര്യമാണ്. കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി കേരള സമൂഹത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. ആ ഒരു ഡോക്ടർ പ്രതിഷേധിച്ചപ്പോൾ ആ ഡോക്ടറിനെ നിങ്ങൾ കണ്ടു, എല്ലാവരും ചേർന്ന് ബലിയാടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബലിയാടിയാക്കാൻ ഒരാളെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ സമരം ഈ ആളെ വിടുന്നവരെ ഞങ്ങൾ ഇവിടെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയാണ്. തത്സമയം അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ VK സനോജ്, ഇതൊരു കേവല രാഷ്ട്രീയ വിഷയമേ അല്ല. ഞാൻ ഈ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ മുതലുള്ളത് മുഴുവനായി കണ്ടു നോക്കിയാലാണ്. ഞങ്ങളുടെ പ്രതിനിധി ക്യാമറയുമായി അവിടെ എത്തുമ്പോൾ ഒരു വലിയ കൂനയുണ്ട്. അവിടെ ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ അത് പൊക്കി നോക്കാനോ ആളുണ്ടോ എന്ന് പരിശോധിക്കാനോ ഒന്നും ആരുമില്ല. അത് കഴിയുന്നു, ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നു, മന്ത്രിമാർ വരുന്നു, മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ വരുന്നു, ഇതൊക്കെ കഴിയുന്നു, സൂപ്രണ്ടുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു. അപ്പോഴും ഈ കൂന ഒന്ന് പരതി നോക്കാൻ പോലും, ഞാൻ പറയുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ചല്ല, മാനുവലായി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യം പോലും അവിടെ ചെയ്തിട്ടില്ല. ഫയർഫോഴ്സും പോലീസുകാരും അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു. എന്താണിത് എന്ന് നീതിബോധമുള്ള ഏത് മനുഷ്യനും തോന്നില്ലേ? അതൊരു സർക്കാരിനെതിരെയോ മന്ത്രിക്കെതിരെയോ മന്ത്രിസഭയ്ക്കെതിരെയോ ഉള്ളതാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, അവിടെ അപകടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതില്ല എന്നൊന്നും ഒരു മന്ത്രിയും അവിടെ പോയി പറഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് VN വാസവനോട്. VN വാസവൻ പറയുന്നുണ്ട് JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതാണ് VN വാസവൻ അവിടെ പറയുന്നത്. അപ്പോൾ VN വാസവൻ പിന്നീട് പറയുന്നത് ഇതേവരെ കണ്ടതിൽ ഗുരുതര പരിക്കുകളൊന്നും കാണുന്നില്ല, ഒരു കുട്ടിക്ക് മാത്രമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നാണ് കാണുന്നത്. കാരണം അവിടെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രി വന്നപ്പോൾ തന്നെ പറഞ്ഞത് ആ ബ്ലോക്ക് ഒഴിഞ്ഞിരിക്കുകയാണ്, അത് പൊളിക്കാൻ വെച്ച ബ്ലോക്കാണ്, അവിടെ പ്രത്യേകിച്ച് വലിയ അപകടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ VN വാസവനോട് പറഞ്ഞത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ VN വാസവൻ പറഞ്ഞ ഉത്തരം മാത്രമാണത്. മന്ത്രി വീണ പറഞ്ഞത് മറ്റാരും അവിടെ ഉള്ളതായി നിലവിൽ അറിവില്ല, മറ്റ് മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തുക ആണല്ലോ. ഇതാണ് മന്ത്രി വീണ ജോർജ് അവിടെ പറഞ്ഞത്. മന്ത്രി വീണ ജോർജ് പറഞ്ഞത് അങ്ങനെയാണ്. ആ ബൈറ്റിപ്പ് നമുക്ക് നോക്കാലോ, എടുത്ത് പറഞ്ഞ് VN വാസവനും മന്ത്രി വീണ ജോർജും ഞാൻ പറയുന്നത് യന്ത്രങ്ങൾ എത്തിച്ച് എന്നുള്ളതല്ലാതെ മാനുവലായിട്ടുള്ള നീക്കം പോലും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ശ്രീ സനോജ്. അതാണ് നടുക്കുന്നത്. നമ്മുടെ പബ്ലിക് സർവീസ് സിസ്റ്റത്തെ വിശ്വസിച്ച ഒരു സ്ത്രീ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അവിടെ നടന്നത്. വേദനിപ്പിക്കുന്നില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അഭിലാഷേ, വേദനിപ്പിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അവിടെ തെരച്ചിൽ നടത്താത്തതിന് തന്നെ കാരണം 2 മന്ത്രിമാർ അവിടെ പോയതാണ് എന്ന രൂപത്തിൽ ഈ സംഭവത്തെ ദുർവ്യാഖ്യാനിക്കുന്നത് അത് ഈ ഒരു ദുരന്ത സന്ദർഭത്തിൽ ശരിയായിട്ടുള്ള കാര്യമല്ല. ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും മാത്രമാണുള്ളത്. ശ്രീ VP ശ്രീപത്മനാഭൻ, സിസ്റ്റത്തിന് പോരായ്മകൾ ഉണ്ടാവും, മനുഷ്യരുണ്ടാക്കുന്ന സിസ്റ്റമാണല്ലോ, പക്ഷേ സിസ്റ്റം അപ്പാടെ ഫെയിൽ ആവുക, പരാജയപ്പെടുക എന്നുള്ളത് ആശങ്കാജനകമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വിശ്വസിച്ച് അവിടെ ചികിത്സയ്ക്ക് കൂട്ടിരിപ്പിന് വന്ന ഒരു സ്ത്രീക്ക് ഇതുപോലൊരു ദാരുണാന്ത്യം വരിക എന്ന് പറയുന്നത് കേരളത്തെ ആകെ ഉലച്ചു കളയുന്നുണ്ട്. എന്തിന്റെ സൂചനയായി താങ്കൾ കാണുന്നു ഇതിനെ? അല്ല, അതിൽ 2 കാര്യമാണ്. ഒന്ന്, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് പറഞ്ഞത് ഈ ബിൽഡിങ്ങിൽ, ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിൽ കിടപ്പ് രോഗികളുണ്ട്, അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള രോഗികളുണ്ട്, ഓപ്പറേഷൻ കാത്തുകിടക്കുന്നവരുമുണ്ട്. ഇവരെ സ്ട്രക്ചറിൽ എടുത്ത് ഓടിയതാണ് ഇത് ഒരു ഭാഗം ഇടിഞ്ഞപ്പോൾ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ കിടപ്പ് രോഗികളുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞപ്പോൾ അവരെ എടുത്ത് ഓടിയതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബാത്റൂം സ്ഥിരമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ കുപ്പ കൂട്ടിയിട്ടൊന്നുമില്ല, ഇത് ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം, അവിടുത്തെ നടത്തിപ്പുകാർക്ക് അറിയാം. എന്നിട്ടും അവർ മന്ത്രിയോട് തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ അതിന് പലരും ഉത്തരം പറയേണ്ടി വരും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന ഒരു പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലുള്ള പോരായ്മയാണ്.
അതാണ് കേരളത്തിൻ്റെ ഇപ്പോൾ 2 പ്രശ്നങ്ങൾക്കും കാരണം. മരുന്നുകൾ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കമ്മിയാണ്, ഉപകരണങ്ങളുടെ ലഭ്യത കമ്മിയാണ്, ബിൽഡിങ്ങുകൾ കാലപ്പഴക്കം ചെന്നതാണ്, നിലവിലുള്ള ബിൽഡിങ്ങുകൾക്ക് സൗകര്യം പോരാ. ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് താങ്ങാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയുണ്ട്, 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. ആ പദ്ധതി പ്രകാരം കേരള ഗവൺമെൻറ് ഒരുപാട് സ്വകാര്യ ആശുപത്രികൾക്ക് പണം കൊടുക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 300 കോടിയോളം രൂപ ഡ്യൂ ആണ്. അത് കാരണം പല സ്വകാര്യ ആശുപത്രികളും ഇന്ന് ആ സ്കീമിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഈ സ്കീമിൽപ്പെട്ട രോഗികളെ അവർ ചികിത്സിക്കുന്നില്ല. ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അവർ പൈസ വാങ്ങിയിട്ടേ ചികിത്സിക്കുള്ളൂ. ഈ പദ്ധതി അവർ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നേരത്തെ അവിടെ പോയിരുന്ന, അതായത് ഈ കാരുണ്യ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യമുള്ളത് കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്ന രോഗികൾ കൂടി ഇപ്പോൾ തിരിച്ച് സർക്കാർ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഇൻഫ്രാസ്ട്രക്ചർ പോരായ്മയും ഇത്തരത്തിലുള്ള തിരിച്ചുവരവ്, രോഗികളുടെ തിരിച്ചുവരവും കൂടി കൂടുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ രംഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോരായ്മ പരിഹരിക്കാൻ പെട്ടെന്നുള്ള നടപടി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതോടൊപ്പം ഈ കുടിശ്ശിക അടച്ചു തീർക്കണം. സ്വകാര്യ ആശുപത്രികൾക്ക് ഈ പദ്ധതി ഇനത്തിൽ കൊടുക്കാനുള്ള കുടിശ്ശിക അടച്ചു തീർക്കണം. സ്വകാര്യ ആശുപത്രിക്കാരെ വിശ്വാസത്തിലെടുക്കണം, ഈ പദ്ധതി നടപ്പിലാക്കിയവരെ. അപ്പോൾ കുറേ രോഗികൾ അങ്ങോട്ട് പോകും. അപ്പോൾ അത് സർക്കാർ ആശുപത്രികളിലെ ബർഡൻ കുറയ്ക്കും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ നാട്ടിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിന് ശ്രദ്ധ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഫൈൻ, വരാം. ശ്രീമതി റോസമ്മ സോണി, താങ്കൾ ജില്ലാ പഞ്ചായത്തിൽ ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പുതിയ ബ്ലോക്ക് വരുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഒരു മാസത്തിനകം നടക്കും. 30-ാം തീയതി അതുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നതുമാണ്. പക്ഷേ 2013 തന്നെ ഈ കെട്ടിടം, ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണ കെട്ടിടം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് വലിയ ഭീഷണിയാണെന്നും ഇത് ഉപയോഗ ശൂന്യമാവുകയാണ് എന്നും ഇത് പൊളിഞ്ഞു വീഴുമെന്നും കൃത്യമായി ഇത് പൊളിഞ്ഞു വീഴുമെന്നും ഉള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞു. 2025 അന്ന് പറഞ്ഞതുപോലെ ഇടിഞ്ഞു വീഴുകയും ഒരു ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഭാഗ്യം കുറെ പേരുടെ, കാരണം ഇത് കുറെ കൂടി വലിയ ദുരന്തമായിരുന്നുവെങ്കിൽ കിടപ്പ് രോഗികൾ അടക്കമുള്ള ഒരുപാട് പേർ ഇതിൽ ഉൾപ്പെട്ടേനെ. ഒരാൾ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടം. എന്തുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? താങ്കൾ അവിടെ ദൈനംദിനം കാര്യങ്ങൾ കാണുന്ന ആളാണല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നുണ്ടായ ദാരുണാന്ത്യം, ബിന്ദുവിൻ്റെ മരണം വളരെ അപലനീയമാണ്. അതുപോലെ തന്നെ ജീവനും സ്വത്തിനും ഒക്കെ ആരോഗ്യത്തിനും വില കൽപ്പിക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെയാണ്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അശാസ്ത്രീയമായിട്ട് നടക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് 2013 അത് ഡിമോളിഷ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ചെയ്യാനായിട്ട് അതിൻ്റെ അധികൃതരൊന്നും ചെവി കൊടുത്തില്ല പ്രധാനമായിട്ടും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ 9-ാം വാർഡിലെയും 11-ാം വാർഡിലെയും 14-ാം വാർഡിലെയും ഒക്കെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ആ ശുചിമുറിയൊക്കെ. അവരുടെ ദൈനംദിന ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറ്റുന്നതാണ്. ആ സാഹചര്യത്തിൽ അധികൃതർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയുള്ള ഒരു നയം സ്വീകരിച്ചതും വളരെ ബുദ്ധിമുട്ടാണ്. പല പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് നടന്ന സംഭവത്തിൽ ഒരു മാനുഷിക പരിഗണന ആരും കൊടുത്തില്ല. അത് മെഡിക്കൽ കോളേജിലെ അധികൃതരോ ജനപ്രതിനിധികളോ പൊതുസമൂഹമോ ഒന്നും. അവിടെ അത് ഇടിഞ്ഞു വീണപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മാനുവലായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് മെഷീൻസ് ഒന്നും കയറാൻ മേല, ഇടുങ്ങിയ ഒരു ഭാഗമാണ്. കാരണം 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു സംഭവം അവിടെ ഉണ്ടായതാണ്. അന്നേരമൊക്കെ ജനപ്രതിനിധിയായി ഞാൻ മിക്കവാറും സമയങ്ങളിൽ എൻ്റെ ഡിവിഷനിലെയാണ് രോഗികൾ വരുന്ന ആശുപത്രിയാണ്. അപ്പം ആ 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായതാണ് ഈ കെട്ടിടത്തിന്റെ വേറൊരു ഭാഗത്ത്. അപ്പോൾ അന്നും അത്രമാത്രം സീരിയസ് ആയിട്ട് കാണുന്നില്ല ഈ കാര്യങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇന്ന് അതുപോലെ തന്നെ വേറെ ഒരു കുട്ടി, വയനാട്ടിൽ നിന്ന് ഒരു കുട്ടിക്കും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടായില്ലെങ്കിൽ പോലും ഓപ്പറേഷൻ തിയേറ്ററിൽ വൈകുന്നേരം ഞാൻ ആ കുട്ടിയുടെ അമ്മയെ കണ്ടു. അവരുടെയൊക്കെ ചങ്ക് പൊളിയുന്ന കാര്യങ്ങളാണ്. കാരണം കൂട്ടിരിപ്പുകാർ രോഗികൾക്ക് മാത്രമല്ല, കൂടെ ഇരിക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെയാണ് ഇങ്ങനെയുള്ള അതിദാരുണമായ കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ
56 വിദഗ്ധ ഡോക്ടർമാരുടെ ദൗർലഭ്യമുണ്ട് അവിടെ. ഡോക്ടർമാരുടെ ദൗർലഭ്യം, അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ അപര്യാപ്തത, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഒത്തിരിയേറെ പിന്നോക്കം പോയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ്. കേരളത്തിലെ 3ാമത്തെ മെഡിക്കൽ കോളേജാണ്, 1964 സ്ഥാപിച്ചതാണ്. ശരിയാണ്. പക്ഷെ ഇവിടെ ശ്രീമതി റോസമ്മ ഈ കാലയളവിൽ 2013 ഈ ഡിമോളിഷ് ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞത്. ശരിയാണ്. ഈ കെട്ടിടം, അതായത് ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല, ഇത് അപകടം വരുത്തിവെക്കുന്ന കെട്ടിടമാണെന്ന് 2013 റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിനുശേഷം ആ കാലം മുതൽ നോക്കുകയാണെങ്കിൽ 3 ആരോഗ്യമന്ത്രിമാർ, 3 സർക്കാരുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞ കെട്ടിടത്തിൽ ഏറ്റവും ഒടുവിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് 6 വാർഡുകൾ 360 ബെഡുകൾ, അതിന് ഈ അപകടത്തിന് ശേഷമാണ് അവരെ വേറെ ബ്ലോക്കിലേക്ക് മാറ്റിയത്. ഈ അപകടം നടക്കുമ്പോൾ അവിടെ 360 ബെഡുകളിലും ഒരു പക്ഷേ നിലത്തും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 12 കൊല്ലം മുമ്പ് പൊളിച്ചു നീക്കണം എന്ന് നിർദ്ദേശിച്ച ഒരു കെട്ടിടത്തിലാണ് ഈ ആളുകളെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് എത്രമാത്രം ഞെട്ടിക്കുന്ന കാര്യമാണ് കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ്. കാരണം പ്രധാനമായിട്ടും മനുഷ്യത്വത്തോട് ചേർന്ന് പോകുന്ന പ്രക്രിയകളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. അത് ആരോഗ്യ മേഖലയാകട്ടെ, ഏത് സംവിധാനങ്ങളാകട്ടെ. അപ്പോൾ രോഗികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളും അടിയന്തര സൗകര്യങ്ങളും കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ കാര്യപ്രാപ്തി തന്നെ അവിടെ ഇല്ല. കാരണം അതിനുള്ള സ്ട്രക്ചറൊക്കെ ഇല്ല. ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഫർഹാൻ ഇരിപ്പുണ്ട്. മെൻസ് ഹോസ്റ്റൽ, BBS സ്റ്റുഡൻസിൻ്റെ മെൻസ് ഹോസ്റ്റലും ഇതുപോലെ ഇടിഞ്ഞു പൊളിയാറായതാണ്. അവിടെയും അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് ആ കുട്ടികളെ അവിടെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ ദാരുണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ഒരു സർജറി ബ്ലോക്ക് അവിടെ ഓൾറെഡി ഫിനിഷിംഗ് സ്റ്റേജിലാണ്, അല്ലെ ഫിനിഷ്ഡ് ആണ്. അവിടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാരെ മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത് ആരോഗ്യ മന്ത്രാലയവും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജും സംയുക്തമായിട്ട് ചേർന്നാണ്. അതിലുമുള്ള മെല്ലപ്പോക്കുകളൊക്കെ നമ്മുടെ പൊതു സംവിധാനത്തിന് ഒരു വെല്ലുവിളിയാണ്. ഇന്നത്തെ ഈ ദാരുണമായ അന്ത്യം ഒരമ്മയ്ക്കും അത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ജീവനും ആരോഗ്യത്തിനും സുരക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാനാണ്? അതെ അതെ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരണം. സർക്കാരാണ്, സ്റ്റേറ്റ് ആണ്. ആ പാളിച്ച കൊണ്ട് തന്നെ ജീവൻ നഷ്ടമാവുക എന്ന് പറയുമ്പോൾ എത്രമേൽ ഭീതിതമാണ്. ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരിക, എത്രയും പെട്ടെന്ന് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരിക, അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആശാകേന്ദ്രമായിട്ട് മാറേണ്ടതാണ്. ശരി. ശ്രീ ഫർഹാൻ അവിടെ ഇപ്പോൾ 4ാം വർഷമാണ്. കഴിഞ്ഞ 4 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മികവിന്റെ കേന്ദ്രങ്ങളാണ്, ഡോക്ടർമാരുടെ സ്കില്ലും അനുഭവ സമ്പത്തും അവരുടെ ജ്ഞാനവും ഒക്കെ വെച്ച്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതിയുണ്ട്, ഉപകരണങ്ങളുടെ പരിമിതിയുണ്ട്. അത് കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുകയുമാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, അല്ലെങ്കിൽ ഏറ്റവും അറിയാൻ ആശങ്കയോടുകൂടി അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഡെമോളിഷ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഈ പാവപ്പെട്ട രോഗികളെ ഇങ്ങനെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ പോയി ഡോക്ടർമാർ റൗണ്ട്സിന് പോകുന്നുണ്ട്, അവിടെയാണ് ചികിത്സ നടത്തുന്നത്. നഴ്സുമാർ, ഡോക്ടർമാർ, ഇതര സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ ജീവനക്കാർ, ഇവരെല്ലാം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു കെട്ടിടത്തിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കൊല്ലം മുമ്പ് ഒരു സംഭവം ഉണ്ടായി, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ അപകടം ഉണ്ടായത് ടോയ്ലറ്റ് ബ്ലോക്കിലായതുകൊണ്ട് അത്രയും അപകടം കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എത്രമേൽ ആശങ്കാജനകമാണ് കാര്യങ്ങൾ? ഇത് ഇവിടെ പല ചർച്ചയിൽ ഞാൻ 2 വാക്കുകൾ കേട്ടതാണ്. ഇത് അപലപനീയമാണ്, പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. ഈ 2 കാര്യങ്ങളോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട റോസമ്മ മാഡം പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വാർഡ് 12-ൽ ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ പിന്നെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നൊരു സമയത്ത് പ്രിൻസിപ്പൽ ഓഫീസിൽ പിന്നെ ജൂനിയർ സൂപ്രണ്ടിന്റെ കസേരയുടെ മുകളിൽ നിന്നൊരു കോൺക്രീറ്റ് പാളി ഇളകി വീണൊരു സംഭവം ഉണ്ടായി. ഇതൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മെൻസ് ഹോസ്റ്റൽ, റോസമ്മ മാഡം അത് സൂചിപ്പിച്ചു. മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കീഴിൽ വരുന്ന ബിൽഡിങ്ങുകളിൽ പലതും 60 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. അത് വളരെ ശോചനീയ അവസ്ഥയിലാണ്. മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പിന്നെ ഏകദേശം ഒരു 6 മാസം പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നു, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീഴുകയും ആ കുട്ടിയുടെ കൈ ഒടിയുകയും ചെയ്തു. ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മുകളിൽ കോൺക്രീറ്റ് പാളി വീണു. അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പലതരത്തിലുള്ള ബാത്റൂമുകൾക്കും പൂട്ടിടാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് മെൻസ് ഹോസ്റ്റലിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ
പൂർണ്ണമായിട്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് നേരിടുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞു സംവിധാനത്തെ കുറ്റം പറയണം. സംവിധാനത്തെ കുറ്റം പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഇതിനു വേണ്ടി ഒരുപാടധികം ശ്രമിക്കുന്നുണ്ട്. അതായത് പലതരത്തിലും ഞങ്ങളുടെ ഇപ്പോൾ MHൻ്റെ ഒരു പ്രശ്നം പറയുമ്പോഴും ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുമ്പോഴും അവർക്ക് കഴിയാവുന്ന രീതിയിൽ, അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റം എന്ന് പറഞ്ഞ് മന്ത്രി മാറ്റി വയ്ക്കുമ്പോൾ എന്താണ് ഈ സിസ്റ്റം? ഒരു സർക്കാരാണോ സിസ്റ്റം? ഒരു മിനിസ്റ്ററാണോ സിസ്റ്റം? അതോ എന്തെങ്കിലും ഒരു സംവിധാനമാണോ? പക്ഷേ അത് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാനോ ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ മെഡിസിൻ വാർഡ് പറയുകയാണെങ്കിൽ മെഡിസിൻ വാർഡിൻ്റെ മെഡിസിൻ വാർഡിൽ കൂടെ നടന്നു പോയാൽ വാർഡ് 3 വാർഡ് 6 കൂടെ നിങ്ങൾ നടന്നു പോയാൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് നോക്കിയാൽ കമ്പി പുറത്ത് നിൽക്കുന്നത് കാണാം, കമ്പിയും കോൺക്രീറ്റ് വാളുകളും പുറത്ത് നിൽക്കുന്നത് കാണാം. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ അഭിലാഷ്, നിങ്ങൾ അടുത്തത് ഇനി വരേണ്ടി വരുന്നത് MHൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണെന്ന് എല്ലാം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിരിക്കും നിങ്ങൾ മാധ്യമങ്ങൾ ഇനി വരേണ്ടി വരുന്നത്. പക്ഷേ മുമ്പും മന്ത്രിമാരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോ ഈ ബിൽഡിംഗിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ പുതിയ ബിൽഡിംഗിലേക്ക് കിഫ്ബി വഴി പണി തീർപ്പിച്ചിട്ടുള്ള പുതിയ ബിൽഡിംഗിലേക്ക് മാറും എന്നുള്ളതാണ്. അതായത് സർജിക്കൽ ബ്ലോക്ക് മാറിയാലും ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇപ്പൊ ഈ പർട്ടിക്കുലർ ബിൽഡിംഗിലെ പ്രശ്നം അവസാനിച്ചാലും ഇനി പൊളിഞ്ഞു വീഴാനുള്ളത് വേറെ ഉണ്ട് എന്നാണോ ഞാൻ ഫർഹാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഈ പ്രശ്നം എന്ന് ആരാ ചികിത്സിക്കേണ്ടത്? മെഡിക്കൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സാണ് ചികിത്സിക്കേണ്ടത്. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങുകളുടെ അവസ്ഥയാണ് ഏറ്റവും ശോചനീയ അവസ്ഥ. അപ്പൊ അതാര് പരിശോധിക്കും? രോഗികളെ സംരക്ഷിക്കേണ്ടവരുടെ അവസ്ഥ വളരെ ദയാനകമാണ്. വാർഡുകളിലായാലും ഡോക്ടർമാരുടെ അവസ്ഥ പ്രശ്നമാണ്. ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയമാണ്. കിടന്നുറങ്ങുമ്പോൾ തലയെ കൂടെ കോൺക്രീറ്റ് കഷ്ണം വന്ന് വീഴുമോ എന്നുള്ളൊരു ഭയമാണ്. ബാത്റൂമിൽ പോകുമ്പോൾ ഭയമാണ്, കോൺക്രീറ്റ് കഷ്ണം വന്ന് വീഴായിരിക്കും ഞങ്ങളുടെ മരണം. അപ്പോൾ അത്തരത്തിലൊരു ഭയജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ദിനചര്യകൾ ദിവസം തള്ളി നീക്കുന്നത്. സർക്കാർ ഞങ്ങൾ പലതവണ, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് തുടങ്ങിയവർക്കെല്ലാം ഞാൻ ഉൾപ്പെടുന്ന KSU ഉൾപ്പെടെയുള്ള പല വിദ്യാർത്ഥി സംഘടനകളും അത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള കത്തുകൾ നൽകിയിട്ടുണ്ട്, അവരെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള പോസിറ്റീവ് റിപ്ലൈ കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ റിനോവേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്, കോൺക്രീറ്റിലും കമ്പിയിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ കുറച്ച് കോൺക്രീറ്റ് വാരി തേച്ച് പെയിന്റ് അടിച്ചതുകൊണ്ട് എന്തായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലും റിനോവേഷൻ അല്ല വേണ്ടത്. വി നീഡ് എ ന്യൂ ബിൽഡിംഗ്. ഒരു പുതിയ ബിൽഡിംഗ് ആണ് അവിടെ ആവശ്യം, ഒരു പുതിയ MH ആണ് ആവശ്യം. അല്ലെങ്കിൽ പല പുതുക്കി പണിയുകയല്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ ശ്രീ സനോജ്, ഇവിടെ നോക്കൂ, ആരാണ് ഇതിൽ ഉത്തരവാദിത്തം പറയേണ്ടത് എന്നൊരു ചോദ്യം വരും. ഇപ്പോൾ അല്പസമയത്തിനകം അവിടുത്തെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവരെ മാത്രം പഴിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. നമുക്കൊരു HODക്ക്, യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ നിസ്സഹായാവസ്ഥ അദ്ദേഹം ഫേസ്ബുക്കിൽ തുറന്നു പറയുകയും വലിയ കോളുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മൾ 2-3 ദിവസം മുമ്പ് കണ്ടതാണ്. അതാണ് ഒരു HODയുടെ പവർ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ആഗ്രഹം ഉണ്ടാകും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രൊഫസർമാരടക്കമുള്ള ഡോക്ടർമാരും തൊട്ട് PG വിദ്യാർത്ഥികളും അതുപോലെ തന്നെ MBBS വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ തന്നെ ഒരുപക്ഷെ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണോ അതല്ലെങ്കിൽ കെട്ടിടം മറിഞ്ഞോ ഒക്കെ എന്തെങ്കിലും പരിക്ക് പറ്റാവുന്നതോ ജീവാപായം സംഭവിക്കാവുന്നതോ ആയ അവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏത് സിസ്റ്റത്തെയാണ് ഇനി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? അതായത് ഇപ്പോൾ 68 വർഷം മുന്നേയുള്ള ഒരു കെട്ടിടം, അപ്പോൾ ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി അവിടെ ബന്ധപ്പെട്ട ആ ജില്ലയിലെ മന്ത്രി വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ടീം ആ കാര്യങ്ങൾ നേരത്തെ പരിശോധിക്കുകയും അത് അടിയന്തരമായും പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് കണ്ടെത്തി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താണ്. അപ്പം അങ്ങനെ പൊളിച്ചു മാറ്റാൻ ആവശ്യമായ മന്ത്രിമാർ ഉത്തരവിട്ടാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്ക് അന്ന് തന്നെ പൊളിച്ചു മാറ്റാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല. അതിൻ്റെ മറ്റ് പലതരത്തിലുള്ള പ്രൊസീജിയറും വേണ്ടി വരും. പക്ഷേ ഇത്രയും വർഷം ആ കാര്യങ്ങൾ നീണ്ടുപോയി എന്നത്, ഇത്രയും കാലം അത് നീണ്ടുപോയി എന്നത് ഗൗരവമായ പ്രശ്നമാണ്. അപ്പം അത് എവിടെയാണ് അതിൽ വീഴ്ച വന്നിട്ടുള്ളത്, അതെല്ലാം ഈ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ മാത്രമായിരിക്കില്ല, ഈ പഴയ കെട്ടിടങ്ങളെല്ലാം മറ്റു പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതെല്ലാം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ പേപ്പർ വർക്കെല്ലാം ഇങ്ങനെ ചുവപ്പ് നാടയിൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ടത് തന്നെയാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ ഗവൺമെൻറ് കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണല്ലോ. ഇപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു 64 തുടങ്ങിയിട്ട് മെഡിക്കൽ കോളേജാണ്. ഈ 2025 എത്തി നിൽക്കുമ്പോൾ
ആ മെഡിക്കൽ കോളേജ് കേരളത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന മെഡിക്കൽ കോളേജാണ്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന മെഡിക്കൽ കോളേജാണ്. 10-ൽ കൂടുതൽ മാറ്റ ശസ്ത്രക്രിയ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് 750 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് 115 കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 20 കോടിയുടെ സ്കാനർ വാങ്ങിയിട്ടുണ്ട്. MRIക്ക് വേണ്ടി 1.75 കോടി ചിലവാക്കിയിട്ടുണ്ട്. 268 കോടി ചിലവിട്ടുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ഓപ്പറേറ്റീവ് വാർഡ് ഉണ്ടായിട്ടുണ്ട്. 60 ICU ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 300 ബെഡുള്ള വാർഡ് പ്രത്യേകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് വളരെ സജീവമായി നടത്തുന്നതിനിടയിലാണ് ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ട് ഈ സിസ്റ്റം ആകെ പരാജയമാണ്, ഗവൺമെൻറ് ആകെ പരാജയമാണ്, മന്ത്രിമാർ അവിടെ വന്നത് ആകെ കുഴപ്പമാണ്, മൊത്തത്തിൽ ഈ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന രൂപത്തിലുള്ള ചർച്ച നിങ്ങൾ നടത്തിയെന്ന് പറയുന്നില്ല, എന്ന രൂപത്തിലുള്ള ചർച്ച ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതിപക്ഷവും എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയെല്ലാമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് UDFൻ്റെ ഭാഗമായിട്ടുള്ള ചില നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നേരത്തെ നിലമ്പൂർ ഇലക്ഷൻ്റെ ഘട്ടത്തിലാണല്ലോ ഒരു കുഞ്ഞ് മരിച്ചുപോയ സംഭവം ഉണ്ടായത്. അപ്പോൾ അന്ന് രാത്രി തന്നെ UDFൻ്റെ നേതാക്കന്മാർ എന്തൊക്കെ കോലാഹലങ്ങൾ അവിടെ സൃഷ്ടിച്ചു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാണ്. UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിക്കേണ്ടി വന്ന അനുഭവം നമുക്ക് കണ്ടത്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ ഇങ്ങനെ കണ്ണു നട്ടു ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മനുഷ്യനിർമ്മിതമായ വീഴ്ചകളുടെ പേരിൽ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടാവും. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ സർക്കാർ ആശുപത്രിയിൽ മരിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് എത്ര ദൂരെയാണ് കേരളം? ഈ കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായില്ലേ? പ്രതിഷേധം ഉണ്ടാകണം, സ്വാഭാവികമാണ്. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ പ്രതിഷേധം ഉണ്ടാവും. ജനങ്ങൾക്കും പ്രതിഷേധമുണ്ട്. അത് സ്വാഭാവികമല്ലേ? നിങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിലപാട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുമുണ്ട്. പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുടെ രാഷ്ട്രീയം തുറന്നു കാണിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങളും നടത്തും. അത് നമുക്ക് നടത്താനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദാരുണമാണ്. സംഭവങ്ങൾ നിലപാട് വിശദീകരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അവിടെ ഒരു പ്രശ്നമുള്ളത് സനോജ്, LDF എന്നോ UDF എന്നോ BJP എന്നോ വേർതിരിച്ചല്ലോ സാധാരണ ജനം ഇതിനെ കാണുന്നത്. ഇന്ന് മരണപ്പെട്ടു പോയ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ഭാര്യയ്ക്ക്, ഒരു തുണിക്കടയിലെ ജോലിക്കാരിയായ സ്ത്രീക്ക് വളരെ നിർധനമായ പരിസരമുള്ള 2 മക്കളുള്ള ആ മക്കളുടെ പഠനത്തിന് ശേഷം മികച്ചൊരു ജീവിതം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ആ നിലയിൽ ജീവിച്ചു വരുന്ന വ്യക്തിക്ക് LDF ആണോ UDF ആണോ BJP ആണോ ആരുടെ രാഷ്ട്രീയമാണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഒരു ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുന്നു. എന്നുള്ളതാണ് നമ്മുടെ പറഞ്ഞു. 68 വർഷം മുന്നേ ഉള്ള ഒരു കെട്ടിടം അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടും ആ കാര്യങ്ങൾ, ആ കെട്ടിടത്തിലേക്ക് എങ്ങനെ ആളുകൾ പ്രവേശിക്കുന്നു, എവിടെയാണ് അതിന് പോരായ്മ വന്നത്? സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടും. ഒരു കെട്ടിടം അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഞ്ചിനീയർ വിധി എഴുതിയിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്? അത് സ്വാഭാവികമായിട്ടും ഇനി പരിശോധിക്കേണ്ട കാര്യമാണ്. മന്ത്രിക്ക് അവിടെ പോയി നിന്നിട്ട് അങ്ങോട്ട് കടക്കരുതെന്ന് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുക. അപ്പോൾ അതൊക്കെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് പോരായ്മ വന്നത് എന്ന് സംബന്ധിച്ച് ഇനി പരിശോധിക്കാനല്ലേ കഴിയൂ. അത് പരിശോധിക്കട്ടെ. ശരി, ഓക്കെ. അവിടെ ശ്രീ VP ശ്രീപത്മനാഭൻ പരിശോധിക്കട്ടെ എന്ന് അപ്പോൾ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന്, മന്ത്രിമാർക്ക്, സർക്കാരിന് ഒക്കെ പരിശോധിച്ച ശേഷം ഞങ്ങൾ നടപടി എടുക്കാമെന്ന് പറയാം സാങ്കേതികമായി. പക്ഷെ ഇത് കേവല പരിശോധന കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന വിഷയമാണോ? അല്ലല്ലോ. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി വാർഡിൻ്റെ പുതിയ ബിൽഡിങ് കേന്ദ്ര സർക്കാർ 120 കോടി രൂപ കൊടുത്തിട്ട് പുതുക്കി പണിതു. അതിൽ തീപിടിച്ച വാർഡിൽ വീണ്ടും തീപിടിച്ചു. അപ്പോൾ എന്താ പറയുക, 120 കോടി രൂപയ്ക്ക് അതിമനോഹരമായ വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബിൽഡിംഗ് അവിടെ കെട്ടിപ്പടുത്തത്, അതിന് വയറിംഗ് പ്രോപ്പറല്ല, അതിന് തീപിടുത്തമുണ്ടായി. ഒരിക്കൽ തീപിടുത്തമുണ്ടായി, രണ്ടാമത് തീപിടുത്തമുണ്ടായി. ഇപ്പോൾ അത് വീണ്ടും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അതിൻ്റെ പണി കഴിയും, നാളെ കഴിയും പറഞ്ഞിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ കെടുകാര്യസ്ഥത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്തർപ്രദേശിലെ കിഴക്കൻ UP-യിലെ 10-12 ജില്ലകൾക്ക് ഒരു മെഡിക്കൽ കോളേജായിരുന്നു 10 വർഷം മുന്നേ ഉണ്ടായിരുന്നത്. ഇന്ന് 11-12 ഉണ്ട്. അവിടെ BRDS മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 4 ആളാണ് കിടന്നത്. അവിടെ ഈ മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചപ്പോൾ ഒരു ഡോക്ടർ പ്രസ്താവന നടത്തിയപ്പോൾ അയാളെ കേരളം മുഴുവൻ കൊണ്ടുപോയി ആഘോഷിച്ച് കൊണ്ട് നടന്നവരല്ലേ ഇവർ. ഇപ്പം അവനവൻ്റെ കാര്യം നോക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇവരെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, 12 വർഷം മുന്നേ ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴണമെന്ന് വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ അവിടെ കിടപ്പ് രോഗികളുണ്ട്. അവരെ എടുത്ത് ഓടിയതാണ്. അപ്പോൾ എന്നിട്ട് അത് പൂട്ടിയിട്ട ബിൽഡിംഗാണ്, കുപ്പ കൂട്ടിയിടുന്ന ബിൽഡിംഗാണെന്ന് എന്തിനാ ഈ അസത്യം പറയുന്നത്? അപ്പോൾ അനാവശ്യമായ പൊങ്ങച്ചം പറയുക, അസത്യം പറയുക, എന്നിട്ട് കാര്യങ്ങൾ ഒരു 120 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബിൽഡിംഗ് പോലും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനമില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇവിടെ നല്ല ഡോക്ടർമാർക്ക് ഒരു പഞ്ഞവും ഇല്ല. കേരളം വളരെ നല്ല ഡോക്ടർമാരുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഇവരൊക്കെ തന്നെ പ്രഗത്ഭരായ ആളുകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനൊക്കെ പഞ്ഞമുണ്ട്. പക്ഷേ ഇവിടെ ഡോക്ടർമാർക്ക് ക്ഷാമമില്ല, നല്ല മെഡിക്കൽ സ്റ്റാഫിന് ക്ഷാമമില്ല. ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് ഇൻഫ്രാസ്ട്രക്ചറാണ്. സർക്കാരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫെയിലിയറാണ്. ഇതൊന്ന് പരിഹരിക്കണം. ഇത് പരിഹരിക്കുന്നതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദയവ് ചെയ്താൽ 300 കോടി രൂപ കുടിശ്ശിക കൊടുക്ക്. കുറേ ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും ഈ ഇൻഷുറൻസ് സ്കീമിന്. ആ ഒരു സാഹചര്യം ഒരുക്കിയാൽ ഇവിടുത്തെ തിരക്ക് കുറയും. അപ്പം നിങ്ങൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുമുണ്ട് അവസരം. ഇത് ഒരു അവസാനമായി കാണണ്ട. ഇതിന് രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യ ജീവനാണ്. രാഷ്ട്രീയം കാണേണ്ട ജനങ്ങളുടെ വിഷയമാണ് എന്ന് പറയുമ്പോ ഞാൻ ഒറ്റ കാര്യം കൂടി, ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രീ സനോജ് ഞാനൊന്ന് ആടെയാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കോഴിക്കോട് തീപിടുത്തം ഉണ്ടായ സംഭവം. അപ്പൊ തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ബാറ്ററി കത്തിപ്പോവുക ഉണ്ടായി എന്ന് വിചാരിക്കാൻ നമുക്ക്. അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, കാഷ്വാലിറ്റി 3 ദിവസത്തിനകം, 3 ദിവസം എന്ന് സ്പെസിഫിക് ആയിട്ട് മന്ത്രി പറഞ്ഞിട്ട് ഇപ്പോ 2 മാസമായി. ആ കാഷ്വാലിറ്റി, ആ പുതിയ ബിൽഡിംഗിലെ കാഷ്വാലിറ്റി അതേ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ല. സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ആര് വന്ന് കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. മെഡിക്കൽ കോളേജിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായിട്ടുള്ള പ്രചരണം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ഗൗരവമായ നിലയിൽ തന്നെ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ പോരായ്മ, ഇപ്പോൾ നിങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റി പ്രസ്താവിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നത്, അത് മന്ത്രിയെ ആ കാര്യത്തിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ തീപിടുത്തത്തിന്റെ ആഘാതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതല്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതെ, അതും കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി എന്നുള്ളതാണ്. അതെ, തീപിടുത്തത്തിന്റെ ആഴം ഇതാണ് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് സംഭവിക്കുന്നത്. മന്ത്രി എന്ന ഒരാളെ പിൻപോയിന്റ് ചെയ്ത് പറയുന്നതല്ല, ശരിയാക്കിയെടുക്കുമെന്നല്ലേ പറയാൻ കഴിയൂ. സിസ്റ്റം ഫെയിൽ ആവുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് മന്ത്രിക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉയരേണ്ട ഒരു ചോദ്യം. ശ്രീ ഫർഹാൻ, ഇന്നിപ്പോൾ കിടപ്പ് രോഗികൾ ഉണ്ടായിരുന്ന ആ ഘട്ടത്തിലാണ് അപകടം ഉണ്ടായത്. അവർ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല അപകടം ഉണ്ടായതെങ്കിലും അതേ ബിൽഡിംഗ് ആണ്. അവർക്ക് അവിടെ നിന്ന് ഈ കിടപ്പവസ്ഥയിലുള്ള രോഗികളെയും കൊണ്ട് മറ്റ് ബ്ലോക്കുകളിലേക്ക് ഓടേണ്ടി വന്നു. അതും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ചില ബ്ലോക്കുകളിൽ നിന്ന് അവരെ അവിടെ നിന്ന് തിരസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ആ രോഗികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു അപകടം ഉണ്ടായാലും, നമുക്കിപ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, എങ്ങനെ ഈ കാര്യം അഡ്രസ് ചെയ്യും എന്നുള്ളൊരു ഒരു കാര്യം ഉണ്ടാവുമല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അതും ഇൻടാക്റ്റ് അല്ല എന്നാണോ? ശ്രീ അഭിലാഷ്, ഞാൻ പറയട്ടെ, നമുക്ക് വ്യക്തമായിട്ട് SISFന്റെ ഉൾപ്പെടെ സുരക്ഷയുള്ളൊരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വാർഡിനകത്ത് ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും കൃത്യമായിട്ട് ആരെ കോൺടാക്ട് ചെയ്യണമെന്നൊരു ഗൈഡ് ലൈൻ പോലും ഇതുവരെയും ആരും പുറപ്പെടുവിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു ഇവാക്വേഷൻ ഗൈഡ് ലൈൻ ഇതുവരെയും നമ്മുടെ അത് ഞാൻ പറയട്ടെ, അതൊരു മെഡിക്കൽ കോളേജിൽ നിന്നതിൻ്റെ ഒരു ഇതല്ല, ഒരു സർക്കാർ സിസ്റ്റം അതിന് കൃത്യമായിട്ടൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെ ഇവാക്വേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് എന്നല്ല, മറ്റൊരു സ്ഥലങ്ങളിലും എനിക്ക് പരിചയമുള്ള ഒരു മെഡിക്കൽ കോളേജുകളിലും അത്തരത്തിലൊരു ഇവാക്വേഷൻ സിസ്റ്റം ഇല്ല. അതൊന്ന്. ഞാൻ അതുപോലെ ശ്രീ അഭിലാഷ്, ഈ ചർച്ചയുടെ വിഷയമാണോ ഇല്ലയോ എന്നറിയില്ല, ഇവിടെ സിസ്റ്റം എന്ന വാക്ക് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു 3 കാര്യം സൂചിപ്പിക്കട്ടെ. ഒന്നാമത്തെ കാര്യം,
കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല മെഡിക്കൽ കോളേജുകളിലൂടെ ശ്രീമതി റോസമ്മ മാഡം ഉൾപ്പെടെ പറഞ്ഞ കാര്യം ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് ഇസ് എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ. പല സർജറി ഉൾപ്പെടെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാരുടെ ഷോർട്ടേജ് ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പട്ടിശല്യം. ഞങ്ങളുടെ പല മെഡിക്കൽ കോളേജിന്റെ ഭാഗങ്ങളിലും MH ഉൾപ്പെടെ പട്ടികളുടെ ശല്യം വളരെയധികം കൂടുതലാണ്. ഇന്നിവിടെ ഞാനിത് സംസാരിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന രീതിയിലാണ്. പട്ടിശല്യമുണ്ട്. എൻ്റെ റൂംമേറ്റിനെ വരെ ഒരു പട്ടികടി കയറ്റി 28,000 രൂപ ഞങ്ങൾ അടയ്ക്കേണ്ട ഒരു സാധ്യതയുണ്ടായി. പിന്നെ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, പല ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു സിസ്റ്റം, കൃത്യമായ ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രൊസീജിയർ നടന്നു പോകണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പളിനെയോ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അധികാരമില്ല. അവരതൊരു പ്രൊസീജിയറിലൂടെ കടന്നുപോയി ആ ഫയലിന്റെ നൂലാമാലകൾ തീർത്തു വരുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. ആ ടൈം പലപ്പോഴും പല ആൾക്കാരുടെയും ദുരിതത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യം വരെ അത് സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു കാര്യമല്ല, അതൊരു സിസ്റ്റം എന്ന രീതിയിൽ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വ്യക്തിയിൽ ഒതുക്കി ഒരു വ്യക്തിക്കെതിരെ നടപടി എടുക്കുന്നതിനോട് ഞാനോ വിദ്യാർത്ഥി സമൂഹമോ യോജിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു ഒരു മോഡിഫിക്കേഷൻ ഫോർ ദ സിസ്റ്റം, ആ ഒരു പ്രൊസീജിയറിന് കൃത്യമായിട്ടൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവരികയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ശ്രീമതി വീണ ജോർജ് മുമ്പ് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഒരു വാക്ക് നൽകിയിരുന്നു. മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം പട്ടികൾക്കായി ഷെൽട്ടറിന് വേണ്ടി പഞ്ചായത്തിലേക്ക് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായി ഇതുവരെയും ഒരു നടപടി അതിനുണ്ടായിട്ടില്ല. ഇപ്പോഴും മെഡിക്കൽ വിദ്യാർത്ഥികളെയും ബൈസ്റ്റാൻഡേഴ്സിനെയും PG-കാരെയും പട്ടികൾ കടിക്കുന്നുണ്ട്. പട്ടിശല്യം ഒരുപാടുണ്ട്. ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? ഈ സിസ്റ്റം എന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ സർക്കാരും തന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സമാധാനമായി ജോലി ചെയ്യാനും കിടന്നുറങ്ങാനും സാധിക്കുമെന്നൂടെ ഞാൻ പറയട്ടെ. ശരി, ഇത് കേരളമാണ്. ഒരു രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളതാണ് വഴി. ആതുര മേഖലയ്ക്കാണ് രോഗമെങ്കിൽ അവിടെയും ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തേത്, കോട്ടയത്തേത് ഏറ്റവും ദാരുണമായ സംഭവമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ബിന്ദു എന്ന വനിതയുടെ ആ മരണം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളുലയ്ക്കുന്നതുമാണ്. ഇനിയെങ്കിലും ചികിത്സ ആവശ്യമുള്ള ഇടങ്ങളിൽ ചികിത്സ എന്ന നിലയിൽ ആതുര രംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ ശ്രമിക്കും എന്ന് വിചാരിക്കാം. എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.